ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയും സ്നേഹം ബഹുമാനമുള്ള ജോൺസൺ അച്ഛൻ, പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയണം. കാരണം കർത്താവിൻ്റെ വലിയ കരുണയാണ് നമ്മളിങ്ങനെ കൂട്ടിച്ചേർക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു കാലഘട്ടത്തിലൂടെയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാവോ? അറിയോ? ഏത് കാലഘട്ടം? അപ്പോൾ എന്തോ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുക. സെപ്റ്റംബർ 14 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പാണ്. ആണോ? എന്നാ ഓഗസ്റ്റ് മാസം 15 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ്. അടുത്ത മാസം ജനുവരി മാസം ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളാണ്. അങ്ങനെ പരിശുദ്ധ മാതാവിൻ്റെ വലിയ ഒരു സംരക്ഷണത്തിൽ ആയിത്തീർന്നുകൊണ്ട് കുറച്ച് നമുക്ക് മാതാവിനെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്ന സമയമാണ് ഈ നാളുകൾ. ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസമൊക്കെ അല്ലേ? ശരിയാണോ? ആണ്. മാതാവിനോട് കൂടുതൽ മധ്യസ്ഥ എടുത്തും മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമാണ്. എന്തിനാണ് നമ്മൾ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കണത്? എന്താണ് ദൈവവചനത്തിൽ പരിശുദ്ധ സഭയിൽ മാതാവിനുള്ള സ്ഥാനം? ഇഷ്ടമാണോ മാതാവിനെ? ദൈവമാതാവിന് ഇഷ്ടമല്ലാത്ത ആൾ കൈവക്കിക്കേ. ഇഷ്ടമല്ലാത്ത കൈവക്കിയേ. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഇത് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും 2 ആഴ്ച മുമ്പ് ആ മാതാവിൻ്റെ വലിയ സാന്നിധ്യം, പ്രത്യക്ഷമായ സാന്നിധ്യം പിതാക്കന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു വെച്ചിരുന്നെന്നറിയാമോ? ദൈവമേ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയെ അറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ അറിയാൻ, ബുദ്ധി കൊണ്ട്, ബോധം കൊണ്ട്, ആത്മാവ് കൊണ്ടൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ അറിയാൻ സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ വെച്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രത്യക്ഷമായി അനേകരിലേക്ക് വെളിപ്പെട്ട സാഹചര്യങ്ങളാണ്. അങ്ങനെ മാതാവിനോട് ചേർന്ന് നിന്ന് നമ്മളിങ്ങനെ ജീവിതം ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇത് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിനുള്ള സ്ഥാനം എന്ന് പറയുന്നത്? എന്നതാ? പരിശുദ്ധ സഭയിൽ മാതാവിനുള്ള സ്ഥാനം ഉണ്ടോ? നമ്മളിങ്ങനെ പറയും വിശുദ്ധന്മാരുടെ രാജ്ഞിയാണ്. എന്തുകൊണ്ടാണ് മാതാവിനെ വിശുദ്ധന്മാരുടെ രാജ്ഞിയാക്കി വെച്ചത്? അതോടൊപ്പം തന്നെ പിതാക്കന്മാര് ആരാധനാക്രമങ്ങളിലൊക്കെ മാതാവിനെ പല കാര്യങ്ങൾ ഉപമിച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഒരിക്കലും തുറക്കപ്പെടാത്ത വാതിലാണെന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞു പൂട്ടിയ തോട്ടാണ്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് എപ്പോഴാണ് നമ്മൾ പള്ളിയിലൊക്കെ വരുന്നത്? എപ്പോഴാണ് വരുന്നത്? പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളി വരുന്ന ആൾക്കാർ പൊക്കിക്ക്. പള്ളി അച്ഛൻ വരുന്നതിന് മുമ്പ്, മണി അടിക്കുന്നതിന് മുമ്പ്, പള്ളി വരുന്ന ആൾക്കാർ മണി അടിക്കുന്നതിന് മുമ്പ് ഓക്കിക്കേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവശാസ്ത്രവും നമ്മുടെ ആരാധനയും ഒക്കെ എത്രമാത്രം വലുതാണ്, എത്രമാത്രം അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ പള്ളി വരണം. മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 6 മണി നമസ്കാരം കണ്ടിട്ടുണ്ടോ? ഏതാ അത്? ഒരു പാട്ടുണ്ട് 6 മണി നമസ്കാരത്തിൽ. ഏതാ? പാട്, എല്ലാ ചേർന്ന് പാട്. സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ ശ്ലോമോ ജീവജലത്തെ മുൻകുറിയാൻ കാട്ടിയ ശോശ പാസ്ലോമോ ദോദിയ പുണ്യപുരി ശ്ലോമോ നിന്മടിയിൽ ദൈവമുദിച്ചല്ലോ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലൊക്കെ? ആദ്യമായിട്ട് കേൾക്കണം. കേൾക്കേ
ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. രാവിലെ നേരത്തെ പള്ളി പൊക്കോളണം. പ്രിയപ്പെട്ട സഹോദര, കൈവയ്ക്കുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ സഭയിൽപ്പെട്ട ആളുകളല്ല, അതുകൊണ്ടാണ് അദ്ദേഹം കൈവയ്ക്കാൻ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ബാക്കി എല്ലാവരും ഈ ഗാനം കേട്ടിട്ടുണ്ട്. എന്താ അർത്ഥം? എന്താ അർത്ഥം? ആ, മോശ ചമച്ചു. എന്ത് ചമച്ചേ? ആ, എന്നിട്ട് ബാക്കി പറ. പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളിന്ന് പാടി പോകുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. മോശ നിർമ്മിച്ച ഒരു സാക്ഷ്യപ്പെട്ടകൊണ്ട്. അതെന്നാ അത്? എവിടെയാ അത്? പഴയ നിയമകാലത്തില് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ മോശ സീനായ് മലയിൽ വെച്ച് ദൈവത്തിന് അരുളപ്പാടുണ്ടായി. അവിടെ നിന്ന് തമ്പുരാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ഒരു സാക്ഷ്യപ്പെട്ടകം ഉണ്ടായി. അതുകൊണ്ട് ഈ പാട്ടിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ പാട്ടൊരു ബന്ധമുണ്ട്. സാക്ഷ്യപ്പെട്ടകം മാതാവിനെ ദൃഷ്ടാന്തപ്പെടുത്തി. മാതാവിനെയാണ് ഈ സാക്ഷ്യപ്പെട്ടകമായിട്ട് ദൃഷ്ടാന്തപ്പെടുത്തിയത്. എന്താ അർത്ഥം? എന്തോടെയോ അറിയാൻ പറ്റുമോ? എങ്ങനെയാണ് മാതാവുമായിട്ട് ഈ സാക്ഷ്യപ്പെട്ടകം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്നിൻ്റെ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ അവസ്ഥ എന്താ? അതൊക്കെ പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സാധാരണ കേൾക്കുന്നതിന് വ്യത്യാസമായ ഒരു കാര്യമാണ്. സഭയുമായിട്ട് ബന്ധപ്പെട്ട്, ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് പിതാക്കന്മാർ ഏത് ആത്മാവിൽ നിന്നുകൊണ്ടാണ് ഈ മോശയെ നിർമ്മിച്ച സാക്ഷ്യ പേടകത്തോട് പരിശുദ്ധ മാതാവിനെ ഉപമിക്കുകയും അതിന് കാരണം എന്താണ് എന്നുള്ളത് വളരെ ലളിതമായിട്ടും ചിന്തിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഇസ്രായേൽ ജനം ഇങ്ങനെ മിസ്രൈമിൽ നിന്ന് കടന്നു വരുന്നു. അവർ സിനായ് മലയിൽ വെച്ച് കൽപ്പലകൾ കിട്ടുന്നു. കൽപ്പലകൾക്ക് സാക്ഷ്യപ്പെട്ടകത്തിന് മുകളിൽ വെച്ചു. അങ്ങനെ മോശയും ഇസ്രായേൽ ജനമൊക്കെ ഈ സാക്ഷ്യപ്പെട്ടകം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ യോശുവായ്ക്ക് ശേഷം സാക്ഷ്യപ്പെട്ടകം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഈ സാക്ഷ്യപ്പെട്ടകം കാണുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനം ഫെലിസ്തരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് സാക്ഷ്യപ്പെട്ടകവും എടുത്തുകൊണ്ട് പോയിട്ട് യുദ്ധം ചെയ്ത 2 പേരുണ്ട്. ആരാന്നറിയാവത്? ദാവീദോ? ഏലിയുടെ 2 മക്കള്. അത് പേരറിയാവോ? ഫിൻഹാസും ഒമ്രിയും. ഈ 2 പേര്, ആ മക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയ 2 മക്കളാണ് അല്ലെ? അവരെ കണ്ട് പഠിക്കണം അല്ലെ? എല്ലാ വഷളത്തരങ്ങളും ഉണ്ടായ 2 മക്കളാണ് ഏലി പുരോഹിതന്റെ 2 മക്കൾ. അച്ഛൻ്റെ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വഷളത്തരങ്ങളും ഉണ്ടായ മക്കളാണ്. ഏറ്റവും കൂടുതൽ മക്കൾ വഴിതെറ്റിപ്പോന്ന് ആരെയെന്നറിയാവോ? പുരോഹിതന്മാരുടെയാണ്. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്മാരുടെ മക്കള് എല്ലാ വഷളത്തരങ്ങളും ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ അറിയാതെ തിന്മയുടെ പിന്നാലെ കടന്നു പോയ മക്കൾ. ഇവര് ഏലി പുരോഹിതൻ പ്രായമായ ഏകദേശം 90-98 വയസ്സായ മനുഷ്യൻ, കണ്ണു കാണാത്ത മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2 മക്കള് ഇനി ഫെലിസ്തരോട് യുദ്ധം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും കർത്താവിന്റെ സാന്നിധ്യമുള്ള സാക്ഷ്യപ്പെട്ടകം വേണം. അങ്ങനെ ചിന്തിച്ച് ഈ സാക്ഷ്യപ്പെട്ടകം എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോകാം. അങ്ങനെ ഇസ്രായേൽ പാളയത്തിൽ സാക്ഷ്യപ്പെട്ടകം വന്ന്, അപ്പോൾ ഇസ്രായേൽ പാളയത്തിലുള്ള ആൾക്കാരൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല എന്താ ഇതിലെ സംഭവം എന്നൊക്കെ. ഫെലിസ്തീന് മനസ്സിലായി, ഏതോ ഒരു ദേവന്റെ സാന്നിധ്യം ഇസ്രായേൽ പാളയത്തിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ യുദ്ധം ചെയ്യണം. ഇനി യുദ്ധം ചെയ്യേണ്ടത് മാനുഷിക ശക്തികളോടല്ല, മറിച്ച് ഏതോ ഒരു ദേവന്റെ ശക്തികളോടാണ്. അങ്ങനെ അവര് ഈ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇസ്രായേൽ ജനം കർത്താവിന്റെ സാന്നിധ്യമുള്ള സാക്ഷ്യപ്പെട്ടകം കൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നാ സംഭവിച്ചു? ഇസ്രായേൽ ജയിച്ചോ? സന്ദർശക അധ്യാപകരുണ്ട്, അവർക്കറിയാം. ഇസ്രായേൽ ജനം തോറ്റോടി, കുറെ പേര് മരിച്ചുപോയി എന്ന് മാത്രമല്ല, സാക്ഷ്യപ്പെട്ടകം ഫെലിസ്തര് കൊണ്ടുപോയി. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, കൃപാസനമുള്ള ആ സാക്ഷ്യപ്പെട്ടകം ഫെലിസ്തര് കൊണ്ടാന്നാക്കാനോടായി തീർന്നു. അങ്ങനെ ഫെലിസ്തർ സാക്ഷ്യപ്പെട്ടകം കൊണ്ടുപോയി. യഹൂദ പാളയത്തിൽ, ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെട്ട് ഓടി ഏലിയുടെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, സംഭവമൊക്കെ ശരിയായിട്ടുണ്ട്, സാക്ഷ്യപ്പെട്ടകം യുദ്ധം ചെയ്യാൻ പോയി, നമ്മൾ തോറ്റുപോയി, സാക്ഷ്യപ്പെട്ടകം പിടിവിട്ടു പോയി, അങ്ങയുടെ 2 പുത്രന്മാരും മരിച്ചുപോയി. സാക്ഷ്യപ്പെട്ടകം പിടിവിട്ടു പോയി എന്ന് കണ്ടപ്പോ ഏലി എന്ത് ചെയ്തെന്ന് അറിയാവോ? ഇരുന്ന കസേരയിൽ നിന്ന്, പീഠത്തിൽ നിന്ന് മറിഞ്ഞു വീണു, കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഇതൊക്കെ ചരിത്രമാണ്, ദിവസം വായിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലിയുടെ ഒരു മരുമോള് നിറവയറായിട്ടിരിക്കുകയാണ്. അവൾക്ക് സങ്കടമായി, പ്രസവവേദനയായി. അങ്ങനെ അവൾ മരണാസന്നയായ സമയത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ സൂതികർമ്മിണികൾ പറഞ്ഞ്
നീ ഇനി സങ്കടപ്പെടണ്ട, നിനക്കൊരു ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൾ ആ കുഞ്ഞിന് പേരിട്ടു. എന്താ പേരിട്ടെന്നറിയാവോ? കർത്താവിന്റെ പേടകം പിടിപെട്ടു പോയത് കൊണ്ട്, ദൈവ മഹത്വം മാറിപ്പോയത് കൊണ്ട് ഇക്കാബോധ് എന്ന് പേരിട്ടു കുഞ്ഞിന്. കർത്താവിന്റെ മഹത്വം നമ്മളിൽ നിന്ന് മാറിപ്പോയി, അങ്ങനെ ദൈവത്തിന്റെ പേടകം പിടിപെട്ടു പോയി എന്ന് പറഞ്ഞ് ഇക്കാബോധ് എന്ന് പേരിട്ട് കുഞ്ഞൊക്കെ വളർന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇത് ഫെലിസ്ത്യരുടെ കൂടാരത്തിൽ ഇവർ ഈ സമാഗമന കൂടാരം, സാക്ഷ്യപ്പെട്ടകം കൊണ്ടുവന്നക്കനുടയായി തീർന്നു. അവർക്ക് മനസ്സിലായി നല്ല ഒരു ദേവന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവർ ഈ സാധനം കൊണ്ടുപോയിട്ട് അഷ്ദോദിൽ അവരുടെ ദേവന്റെ പ്രതിഷ്ഠയുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ സാക്ഷ്യപ്പെട്ടകം കൊണ്ടുവച്ച് എന്നെ സംഭവിച്ചെന്നറിയാവോ? അവരങ്ങ് വെച്ചിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ ചെന്ന് നോക്കുമ്പോൾ ദാഗോന്റെ പ്രതിമ, അവരുടെ പ്രതിമ മറിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, കാറ്റോ എലിയോ പൂച്ചയൊക്കെ തട്ടിതാന്ന് വിചാരിച്ച് അവരെടുത്ത് മുകളിൽ വെച്ച്. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ സംഭവിച്ച കാര്യം, ദാഗോന്റെ പ്രതിമ താഴെ കിടക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കഴുത്തും കൈകളും വേർപെട്ട് അത് വാതിൽപ്പടി കിടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ സാധനം ചെറിയ സാധനമല്ല, ഇതിനെന്തോ ശക്തിയുണ്ട്, ഇതിവിടെ വെക്കുന്നത് ശരിയല്ല, ഞങ്ങൾക്ക് ദോഷമാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാം കൂടി തീരുമാനിച്ച് ഇത് ഗാത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇവിടെ തീർന്നു. അവിടേക്കാണ് ഗാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സംഭവിച്ച കാര്യം, അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ രോഗം വരാൻ തുടങ്ങി, ശരീരം മുഴുവൻ കുരുകൊണ്ട് നിറയാൻ തുടങ്ങി. അവരെല്ലാം പ്രശ്നമായി, ഇത് ഇനി കാത്തിരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് എക്രോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ സാക്ഷ്യപ്പെട്ടകം കൊണ്ടുപോയി. എക്രോണിൽ ചെന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യം, പ്രിയപ്പെട്ടവരെ, അവിടെ ആളുകൾക്കും ഇങ്ങനെ രോഗം വരാൻ തുടങ്ങി, ശരീരം മുഴുവനും കുരുക്കൾ കൊണ്ട് നിറയാൻ തുടങ്ങി. അപ്പോൾ തീരുമാനിച്ചു, അവിടെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചത് തീരുമാനിച്ച്, ഇത് ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, ഇത് ഇവിടെ ഇരിക്കേണ്ട സ്ഥലമല്ല, അതുകൊണ്ട് ഇതിനെ മാറ്റണം. അതുകൊണ്ട് ഇവർ ഈ സാധനം ഇസ്രായേൽ ജനത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വണ്ടി ക്രമീകരിച്ചു, 2 പശുക്കിടാങ്ങളെ കെട്ടി ഒത്തിരി സമ്മാനങ്ങളൊക്കെ വെച്ച് ഈ പെട്ടകം തിരിച്ചയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു നിബന്ധന വെച്ച് അവരിങ്ങനെ കൂടി ആലോചിച്ചു, ഇതിൻ്റെ തന്നെ ആണെന്ന് അറിയില്ലല്ലോ, ഇനി വല്ല കൊറോണയാണോ അല്ലെങ്കിൽ വേറെ എന്ത് അസുഖമാണെന്ന് അറിയത്തില്ലല്ലോ ഈ കുരുക്കളൊക്കെ വരാൻ കാരണം. അവരൊരു കാര്യം വെച്ചു, ഈ പെട്ടകം കൊണ്ട് ഈ പശുക്കിടാങ്ങൾ നേരെ ഇസ്രായേൽ പാളയത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ ഇതിൻ്റെ തന്നെ പ്രശ്നമാണ്, അല്ല ചുറ്റിക്കറങ്ങുകയാണെങ്കിൽ മറ്റുള്ള സാധനമാണ്. പെട്ടകം വെച്ചതും പശുക്കിടാങ്ങൾ വെകിളി പിടിച്ച് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഓടിപ്പോയി. ബെത്ശേമിലേക്ക് കടന്നു പോകുന്നവരുടെ അമ്മ ബെത്ശേമിസിലേക്ക് പോയി. അവിടെ ചെന്നു. അവിടെ ബെത്ശേമിഷ്യർ ഈ സാധനം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കർത്താവിൻ്റെ പേടകം തിരിച്ചു കിട്ടിയല്ലോ ചിന്തിച്ച് അവരെല്ലാവരും ഓടിക്കൂടി സന്തോഷത്തോടെ ഇരുന്നു. ചില ആളുകളൊക്കെ അതിൻ്റെ മൂടി ഒന്ന് മെല്ലെ പൊക്കി നോക്കാൻ തുടങ്ങി. പൊക്കി നോക്കിയാൽ സംഭവിച്ചു, അടുത്ത് വന്ന എല്ലാ ആളുകളും മരണപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ പെട്ടകത്തിന് അടുത്ത് വന്ന ആളുകളെല്ലാം മരണപ്പെട്ടു പോയി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് പ്രതിസന്ധിയാണ്. അങ്ങനെ മലയിലുള്ള അബിനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഈ പെട്ടകം സൂക്ഷിച്ചു. അവൻ്റെ മകൻ എലയാസറിനെ അവൻ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ ഈ അബിനാദാബിൻ്റെ വീട്ടിൽ ഈ പെട്ടകം 20 വർഷത്തോളം ഇരുന്നു. അതിനിടയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാക്കന്മാർ വന്നു. ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായി. രാജാവ് ഇങ്ങനെ സിംഹാസനത്തിൽ കൊട്ടാരത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൂടാരം, സമാഗമന കൂടാരം, സാക്ഷ്യപ്പെട്ടകം ഇതാ ഏതോ ഒരു മലയിലൊരു വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് ദാവീദ് രാജാവ് ചിന്തിച്ചു, ആ പെട്ടകം തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ അതിനുള്ള വഴിയൊക്കെ തുടങ്ങി. അവർ വണ്ടിക്ക് ക്രമീകരിച്ച് പെട്ടകം കൊണ്ടുവരാൻ തുടങ്ങി. 2 ആൾക്കാർ അതിൽ വണ്ടി തെളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടകമൊക്കെ കാളപ്പുറത്ത് വണ്ടി കയറ്റി കാളകൾ വണ്ടി തെളിഞ്ഞു വരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാള ബഹളി പിടിച്ചോടി. അപ്പോൾ പെട്ടകം ചെരിഞ്ഞപ്പോൾ വണ്ടി തെളിച്ചതിൽ ഒരുവനായ ഊസ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ പെട്ടകത്തിൽ കയറി പിടിച്ചു. സംഭവിച്ച കാര്യം, ആ ക്ഷണത്തിൽ അദ്ദേഹം മരിച്ചുപോയി. പെട്ടകത്തിൽ തൊട്ടു ആൾ മരിച്ചുപോയി. ദാവീദ് ഏറ്റവും പേടിച്ചു, ഭയപ്പെട്ടു. എന്നിട്ട് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, 2 ശമൂവേൽ 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. 2 ശമൂവേൽ 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, അത് മറന്നു പോകരുത്, ഓർത്തു വെച്ചോളാം. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് രാജാവ് പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുപോകാതെ
ഓബേദ് ഏദോം എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ വീട്ടിൽ ഈ പേടകം കൊണ്ടുവച്ചു. ഏകദേശം 3 മാസത്തോളം ഈ പേടകം ഓബേദ് ഏദോം എന്ന് പറയുന്ന പുരോഹിതന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ പേടകം നിമിത്തം ദൈവം ഓബേദ് ഏദോമിനെ അതിമനോഹരമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അവൻ അനുഗ്രഹിക്കുന്ന കണ്ടപ്പോൾ ദാവീദ് രാജാവ് ചിന്തിച്ചു, ഇനി ഈ പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വീണ്ടും ഏറ്റവും ഒരുക്കത്തോടെ ലേവി പുരോഹിതന്മാരൊക്കെ വിളിച്ച് ഈ പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൊണ്ടുവന്നെന്നറിയാവോ? കിന്നരത്തോടും തപ്പുകളോടും ആർപ്പുകളോടും കൂടെ കൊണ്ടുവരാൻ തുടങ്ങി. രാജാവ് ഒരു അരവസ്ത്രം അർദ്ധനഗ്നനായി നിന്നിട്ട് ഒരു ഏഫോദ് മാത്രം ധരിച്ച് പേടകത്തിന്റെ മുമ്പിൽ നിന്ന് ഏറ്റവും ആനന്ദത്തോടെ നൃത്തം ചെയ്ത് പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. 3 കാര്യങ്ങൾ. 1 എഴുതി വെക്കണം, മറന്നു പോകണ്ട. 1-ാമത്തെ കാര്യം ഇതാണ്. ഊസ പെട്ടകത്തിൽ തൊട്ടപ്പോ അദ്ദേഹം മരിച്ചുപോയി. ദാവീദ് രാജാവ് പറഞ്ഞു, ഈ പെട്ടകം എൻ്റെ അടുക്ക് കൊണ്ടുവന്ന എനിക്കെന്ത് സംഭവിക്കും? കൊണ്ടുവരാൻ പറ്റത്തില്ല. 2, പെട്ടകം ഓബേദ് ഏദോം എന്ന് പറയുന്ന പുരോഹിതന്റെ വീട്ടിൽ വെച്ചു. എത്ര മാസം ഉണ്ടായിരുന്നു അവിടെ? 3 മാസം ഉണ്ടായിരുന്നു. 3, പെട്ടകം കൊണ്ടുവന്നപ്പോ ദാവീദ് രാജാവും പരിവാരങ്ങളും എല്ലാം മറന്ന് ആനന്ദത്തോടെ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ഇതുമായിട്ട് ദൈവമാതാവിന് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെ വന്ന് പറഞ്ഞേ? മാലാഖ വന്നിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. പേടകത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുകൾ തട്ടിൽ എന്തുണ്ടായിരുന്നു? കൃപാസനം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൃപാസനം ഉണ്ടായിരുന്നു. കൃപാസനത്തെ മൂടിക്കൊണ്ട് 2 കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇതാ ആ കൃപാസനത്തെ മൂടിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ മൂടിക്കൊണ്ട് ആരുണ്ടായിരുന്നു? ഗബ്രിയേൽ മാലാഖ കൂടെ ഉണ്ടായിരുന്നു. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ പരിശുദ്ധ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുകയാണ്. അവൻ യേശു എന്ന് പേര് വിളിക്കണം. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒരടയാളം നിനക്കുണ്ട്. എന്തടയാളം? ഇതാ മച്ചി എന്ന് സമൂഹം വിളിച്ചിരുന്ന, ലോകം വിളിച്ചിരുന്ന നിന്റെ ചാർച്ചക്കാരി, കുടുംബക്കാരി എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാനായിട്ട് പോകുകയാണ്. അവനിത് 6 മാസമായി. 6 മാസം അവൾ ഗർഭിണിയാണ്. നിനക്ക് അടയാളം അതാണ്. സമൂഹം പറഞ്ഞു, ഒരിക്കലും സംഭവിക്കില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞ ഉടനെ മാതാവ് എന്നാ ചെയ്തു? ഓർമ്മയുണ്ടോ? എന്നാ ചെയ്തു? യഹൂദ മലനാട്ടിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്തു. കാരണം എന്താണെന്നറിയാവോ? പരിശുദ്ധ കന്യക മറിയാമിന് ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായി. മാലാഖ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേര് വിളിക്കണം. അവൾ കന്യകയാണ്, പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഇതാരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞ വിശ്വസിക്കുവോ? നിങ്ങൾ വിശ്വസിക്കുവോ? ഏതെങ്കിലും കന്യക ഗർഭിണിയാണെന്ന് പറഞ്ഞ അവള് പരിശുദ്ധാത്മാവിലാണ് ഗർഭം ധരിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കുവോ? നമ്മൾ വിശ്വസിക്കില്ല. ഒരു സമൂഹം വിശ്വസിക്കത്തില്ല. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ. ആര്? എലിസബത്തിന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന നാളുകൾ കഴിഞ്ഞ് സമൂഹം മുഴുവനും അവള് മച്ചിയാണ്, പാപിയാണ്, പുരോഹിതന്റെ ഭാര്യയാകാം, പക്ഷേ ശപിക്കപ്പെട്ടവളാണെന്ന് സമൂഹം മുഴുവനും വിധിയെഴുതിയവളാണ്. പുറത്തു പോലും പറ്റത്തില്ല. അവൾക്കാണ് സംഭവം ഉണ്ടായത്. 2 കാര്യങ്ങൾ, അസാധ്യമായി കടന്ന 2 കാര്യങ്ങൾ, 2 വ്യക്തിത്വങ്ങൾ, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന 2 പേര്. എൻ്റെ സങ്കടം, എൻ്റെ ആനന്ദം, എൻ്റെ മനസ്സിൻ്റെ വിഷമം ഒന്നിറക്കി വെക്കാൻ വേറെ ആരോട് പറയേണ്ട കാര്യമില്ല. പലപ്പോഴും നമുക്ക് അനുഭവമില്ലേ? ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ സങ്കടം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത എന്താ? നിങ്ങൾ പറയും വലിയ സന്തോഷത്തോടു കൂടെ ഭയങ്കര എക്സൈറ്റ് ആയിട്ട്
നമ്മുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ അവരെന്നെ ചെയ്യും? ഓ ഇത്രയേ ഉള്ളോ? പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഓ ഇത്രയേ ഉള്ളോ? ആർക്കത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയും, നിങ്ങളെന്ന മനുഷ്യ ഫീലിങ്സ് എന്ന് മനസ്സിലാക്കാത്ത ആളാണോ? ഫീലിങ്സ് ഇല്ലാത്ത ആളാണോ? പറയും. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റത്തില്ല. കന്യകമറിയാമൻ്റെ അവസ്ഥ, പരിശുദ്ധ അമ്മയുടെ കാര്യം, ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആര്? എലിസബത്ത്. എലിസബത്തിൻ്റെ അടുത്തേക്ക് അവൾ തിടുക്കത്തിൽ പോകുക, തൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ ഭാരം ഇറക്കി വെക്കാൻ. ഇതെന്താണ്? എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല, അതിനപ്പുറത്തെ കാര്യം ഇറക്കി വെക്കാൻ പോകുക. ഇറക്കി വെക്കാൻ പോയപ്പോൾ ദൂരെ നിന്ന് എലിസബത്ത് കണ്ട് വീട്ടിലേക്ക് വരുന്ന കന്യകമറിയത്തിനെ എന്താ പറഞ്ഞേ? എന്തോ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെന്ന്? പണ്ട് ദാവീദ് രാജാവ് ഒരു കാര്യം പറഞ്ഞു, ഈ പെട്ടകം, ഈ സമാഗമന കൂടാ, ഈ സാക്ഷ്യപ്പെട്ടകം എൻ്റെ അടുക്കൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എനിക്കെവിടെ? 1 ശമൂവേൽ 6:9 ദാവീദ് പറഞ്ഞു, ഇതാ ഈ പെട്ടകം കൊണ്ടുപോകാനുള്ള ഭാഗ്യം എനിക്കില്ല. ഇത് കൊണ്ടുപോയാൽ എനിക്ക് എന്ത് സംഭവിക്കും? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കന്യകമറിയം എലിസബത്ത് പറയാണ്, ഇതാ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ? പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കാര്യം ചോദിക്കട്ടെ, ചേർന്ന് പറയാം. കർത്താവിൻ്റെ അമ്മ എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാ? കന്യകമറിയാമനെ എന്തോ? കർത്താവിൻ്റെ അമ്മ എന്ന് ആദ്യമായിട്ട് കന്യകമറിയാമനെ അഭിസംബോധന ചെയ്ത ആളാരാ? എലിസബത്ത്. കൈവക്ക്. എലിസബത്താണോ? കൈവക്ക്. ഉറപ്പ് പറ, കൈവക്ക്. എലിസബത്താണെന്നുള്ളവര് ആണോ? ഞാൻ പറയാം അല്ലാന്ന്. പിന്നെ ആരാ? പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ വീട്ടിൽ ചില ആൾക്കാർ വീട്ടില് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അടികൂടാറുണ്ടോ? നിങ്ങൾ അടികൂടാറുണ്ടോ? ഉണ്ടോ? ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് പരിശുദ്ധന്മാരല്ലേ, അടിയില്ല, ഒച്ചപ്പാടില്ല, ബഹളം ഇല്ല. എന്നിട്ട് സങ്കടമൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിയൊക്കെ കൂടി ഒച്ചപ്പാട് ബഹളമൊക്കെ കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി അച്ഛനടുത്ത് ചെല്ലും. പറയും, അച്ഛാ, ഞാൻ എൻ്റെ കെട്ടിയോളെ തല്ലി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് അടി കൂടി, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ അച്ഛാ, അന്നേരം ഞാൻ യഥാർത്ഥ ബോധത്തിലൊന്നും അല്ല, എന്നിൽ വേറെ ആരൊക്കെയാണ് എന്നിലുള്ള കാര്യം ഉണ്ടായേ. പറഞ്ഞിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ അവസ്ഥ അതല്ലായിരുന്നു. അന്നേരം ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു, വേറൊരു മൂഡിലായിരുന്നു എന്ന്. അത് കുറച്ചും കൂടി ആധ്യാത്മികമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. എന്താ പറയുന്നത് അറിയാമോ? നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ചെയ്യണത്, മറിച്ച് ആഗ്രഹിക്കാത്ത തിന്മയാണ്, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യണത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യണത് ഞാനല്ല, പിന്നെ ആരാ? എന്നിൽ വസിക്കുന്ന പാപമാണ് ചെയ്യണത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യണത് എങ്കിൽ അത് ചെയ്യണത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപത്തിന്റെ സാന്നിധ്യമാണ് അത് ചെയ്യണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ എലിസബത്ത് വിളിച്ചു പറയാണ്, ഇതാ കർത്താവിന്റെ അമ്മ, ദൈവമാതാവ്. ആരാ പറഞ്ഞപ്പോ? അവളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ഇവൾ ദൈവമാതാവാണ് എന്ന്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ഈ ഭൂമിക്ക് തന്നിട്ട് അവളെ ദൈവമാതാവ് എന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ലോകമല്ല, സമൂഹമല്ല, ദൈവാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധ തത്വമാണ്. പറ ഹല്ലേലൂയ. എന്തിനാ ഹല്ലേലൂയ പറയാൻ പറഞ്ഞറിയോ? ഈ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മള്. ഈ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മള്. അമ്മയെ സ്വീകരിക്കാനും അമ്മയുടെ മടിയിൽ കിടക്കാനും അമ്മയോട് ചേർന്ന് നിൽക്കാനും സങ്കടം നിർത്തി വെക്കാനും എല്ലാം ഭാഗ്യം ലഭിച്ചവരാണ് നമ്മള്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ഭൂമിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനാണ് ആര്? കന്യകമറിയം. അവൾ ആരാണ്? സാക്ഷ്യപ്പെട്ടകത്തിന്റെ ജീവിക്കുന്ന ദൃഷ്ടാന്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്ത് പറഞ്ഞ്, കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്കില്ല.